ലഹരി 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 എവിടെ ചെന്നാലും ലഹരി. ലഹരിക്ക് അടിമയായ മകൻ പിതാവിനെ അടിച്ചു കൊന്നു, മാതാവിനെ അടിച്ചു പരിക്കേൽപ്പിച്ചു, സഹോദരനെ മർദ്ദിച്ചു. അങ്ങനെ ഒരു ദിവസം നമ്മൾ കേൾക്കാൻ പാടില്ലാത്തതും പാടുള്ളതുമായ ഒരുപാട് ന്യൂസുകളാണ് ലഹരിയെക്കുറിച്ച് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെയുള്ള ന്യൂസുകളൊന്നും തന്നെ നമ്മൾ കേട്ടിരുന്നില്ല. അതിന് കാരണം ആ സമയത്തൊന്നും ലഹരി ഉണ്ടായിരുന്നില്ലേ? ഒരുപക്ഷെ ആ സമയത്ത് ലഹരികൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇത്രത്തോളം വർദ്ധിച്ചിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. MDMA പോലുള്ള മാരകമായ വിഷവസ്തുക്കളെക്കുറിച്ച് നമ്മൾ ആദ്യമൊക്കെ കേൾക്കുന്നത് ഒരുപക്ഷെ 1-2 വർഷങ്ങൾക്ക് മുമ്പ് മാത്രമായിരിക്കും. അതിനു മുമ്പ് നമ്മൾ കേൾക്കാത്ത പലതരത്തിലുള്ള ലഹരി വസ്തുക്കളുടെ പേരുകൾ ഈ സമയത്തൊക്കെ തന്നെ നമ്മൾ കേൾക്കുന്നുണ്ട്. അതിന് അടിമകളാക്കപ്പെട്ട ഒരുപാട് ആളുകളുടെ ചരിത്രം, കഥകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരുപാട് ആളുകൾ അതിൻ്റെ പേരിൽ പിടിക്കപ്പെടുന്നതായും നമ്മൾ അറിയുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ പിടിക്കപ്പെടുന്നവർക്ക് പിന്നീട് ഒന്നും തന്നെ സംഭവിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇപ്പോൾ കേരളത്തിൽ 4 വർഷങ്ങൾക്ക് കൊണ്ടുണ്ടായിരിക്കുന്നത് 380% ലഹരി വസ്തുക്കളുടെ വർധനവാണെന്നാണ് കണക്കുകൾ പറയുന്നത്. അതായത് അത്രത്തോളം വർദ്ധിച്ചിരിക്കുന്നു ലഹരിയുടെ കണക്കിൽ. അതിലും അത്ഭുതം, ഇങ്ങനെ പിടിക്കപ്പെടുന്നവരിൽ കൂടുതൽ പേരും കൗമാരക്കാരാണ്. ഒരുപക്ഷെ 18 വയസ്സ് പോലും ആകാത്ത ആളുകൾ. അവരൊക്കെയും തന്നെ ഒരുപാട് ലഹരി വസ്തുക്കൾ കൈവശം വെച്ചതിൻ്റെ പേരിലാണ് പിടിക്കപ്പെടുന്നത്. അതിനും അപ്പുറം ഇതിൽ സർക്കാരും പോലീസും കാണിക്കുന്ന അനാസ്ഥ തീർച്ചയായിട്ടും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. കാരണം അതിനെക്കുറിച്ച് നമുക്ക് തന്നെ ഒന്ന് വ്യക്തമായി ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. കഞ്ചാവുമായി അതല്ലെങ്കിൽ MDMAയുമായി പിടിക്കപ്പെട്ട യുവാവ് എന്ന രീതിയിൽ നമ്മളൊരു വാർത്ത കേൾക്കും. പക്ഷേ ദിവസങ്ങൾക്കകം തന്നെ, അതല്ലെങ്കിൽ ആ വാർത്ത കേട്ട അതേ ദിവസം തന്നെ അവരെ പുറത്ത് കാണാനും സാധിക്കും. അതായത് അവരെ ജയിലിൽ കയറ്റിയതിന് ശേഷം ഏതെങ്കിലും നേതാക്കന്മാരോ മറ്റോ ഇടപെടുകയും അവരെ പുറത്തിറക്കുകയും ചെയ്യും. അതല്ലെങ്കിൽ 1-2 ഈ കൂടിപ്പോയാൽ 14 ദിവസമോ മറ്റോ മാത്രമേ അവർ ജയിലിനകത്ത് കഴിയുന്നുള്ളൂ. അതിനകം തന്നെ അവർ പുറത്തു വരികയും പിന്നീട് വീണ്ടും ഈ പഴയ കാര്യങ്ങളൊക്കെ തന്നെ ആവർത്തിക്കുകയും ചെയ്യുന്നു. ഒരുപക്ഷെ ഇതിൻ്റെ വേരുകൾ തേടി വ്യക്തമായ രീതിയിൽ പോലീസ് അന്വേഷണവുമായി മുമ്പോട്ട് പോയാൽ തീർച്ചയായിട്ടും ഇത് എവിടെ നിന്ന് ലഭിക്കുന്നുവോ, ഇതിൻ്റെ ഉത്ഭവസ്ഥാനം എവിടെയാണോ അവിടേക്ക് എത്തിപ്പെടാൻ പോലീസിനെ കൊണ്ട് സിമ്പിളായി തന്നെ സാധിക്കും. പക്ഷേ അതിന് പലപ്പോഴും ശ്രമിക്കുന്നില്ല എന്നാണ് പലപ്പോഴും തോന്നിപ്പോയിട്ടുള്ളത്. കാരണം അത്രത്തോളം ലഹരിയുടെ വർധന ഇവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്തം തീർച്ചയായിട്ടും സർക്കാരും പോലീസ് സംവിധാനവുമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. എക്സൈസ് വകുപ്പിൻ്റെ കീഴിൽ പലപ്പോഴും പിടിക്കപ്പെടുന്ന ആളുകളൊക്കെയും തന്നെ ഉടനടി വിട്ടയക്കുന്നു. അതല്ലെങ്കിൽ അതിൻ്റെ വേരുകൾ തേടി അതിൻ്റെ തലപ്പത്താരാണെന്ന് ഒരിക്കലും തന്നെ പിടികൂടിയതായി നമുക്ക് അറിയാനും സാധിക്കുന്നില്ല. തീർച്ചയായിട്ടും ഇങ്ങനെ ലഹരി വസ്തുക്കൾ ഇവിടെ ഇത്രത്തോളം വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു പങ്ക് ഭരണവർഗത്തിനുമുണ്ട്, അതല്ലെങ്കിൽ ഇതുപോലെ ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആളുകൾക്കുമുണ്ട് എന്നത് രഹസ്യമായ യാഥാർത്ഥ്യം. ലഹരിക്കെതിരെ ബോധവൽക്കരണം നടത്തുന്ന കേരളത്തിലെ ഓരോ രാഷ്ട്രീയ പാർട്ടികളും തീർച്ചയായിട്ടും അവരുടെ ആരെങ്കിലുമാണ് ഇതുപോലെ ലഹരി കേസിൽ അടിമപ്പെടുന്നതെങ്കിൽ അതല്ലെങ്കിൽ അകത്താക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവരെ രക്ഷപ്പെടുത്തുവാനുള്ള ജോലി തന്നെയാണ് അവരൊക്കെ തന്നെ നോക്കുന്നത്. സ്വന്തം മകനെ പോലീസ് പിടികൂടിയപ്പോൾ പോലീസിനെ സ്ഥലം മാറ്റിയ നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കാതെ വയ്യ. തീർച്ചയായിട്ടും ഇങ്ങനെ കേരളത്തിൽ ലഹരി വളർന്നു വന്നിട്ടുണ്ടെങ്കിൽ അതിന് രാഷ്ട്രീയ പാർട്ടികൾക്ക് വ്യക്തമായ പങ്കുണ്ട്. അവർ പലപ്പോഴും ഇതുപോലെ കണ്ണടക്കുന്നത് തന്നെയാണ് പലപ്പോഴും ഇതുപോലുള്ള ലഹരി വസ്തുക്കളുടെ വർധനവിന് കാരണമാവുന്നത്. തീർച്ചയായിട്ടും ഇനിയും ഈ കാര്യങ്ങൾ ഇങ്ങനെ തന്നെ മുമ്പോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ തലമുറയും നമ്മുടെ മക്കളും ഇത് തന്നെ ചെയ്യും. ഒരുപക്ഷെ അവരും ഇതുപോലെ ലഹരിക്ക് അടിമയായി നമ്മളും ഇതുപോലുള്ള ന്യൂസുകൾക്ക് ഇരയാവേണ്ട അവസ്ഥ വരും. അതായത് നമ്മുടെ അനുജനോ നമ്മുടെ മക്കളോ നമ്മുടെ പെൺകുട്ടികളാണെങ്കിൽ പോലും അവരൊക്കെയും തന്നെ ഇതുപോലെ ലഹരിക്ക് അടിമപ്പെട്ട് നമ്മളെ ആക്രമിക്കുന്നത് വൈകിയായിരിക്കില്ല. പെട്ടെന്ന് തന്നെ ആളുകളിലേക്ക് പടരുന്ന ഒരു വൈറസ് തന്നെയാണ് ഇതുപോലുള്ള ലഹരി എന്ന് പറയുന്നത്. കാരണം കൗമാരക്കാരുടെ മനസ്സിലേക്ക് പെട്ടെന്ന് സ്ഥാനം പിടിക്കാൻ ഈ ലഹരിയെ കൊണ്ട് സാധിക്കും. പലപ്പോഴും സിനിമയുടെ പ്രതിഫലനം തന്നെയാണ് ഇതുപോലെ MDMA അടക്കമുള്ളത്. നായകന്മാർ അതല്ലെങ്കിൽ വില്ലന്മാർ ഇവരൊക്കെ തന്നെ മാസ് BGM ഇട്ട് ആളുകൾക്കിടയിലൂടെ ലഹരി എന്തോ നല്ലതുപോലെ തോന്നിപ്പിക്കുന്ന രീതിയിൽ ഇത് കണ്ട് പലപ്പോഴെങ്കിലും 1% ആളുകളെങ്കിലും ഇത് ചെയ്യുന്നത് ഒരിക്കലും തന്നെ തെറ്റല്ലല്ലോ എന്ന തോന്നൽ അവരിലേക്ക് ഉണ്ടാവുകയും അവർ ഇതിലേക്ക് അടിമപ്പെടുകയും ചെയ്യും. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ശ്രദ്ധ പുലർത്തിയേ മതിയാവൂ.